ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപടി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമനെ ജയിലിലേക്ക് മാറ്റുകയാണോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ബലരാമനൊന്നും തന്നെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് എല്ലാം ചെയ്തത്. പക്ഷേ കൺമണിയെ കാണാതായതിൻ്റെ പിന്നിൽ ബലരാമനല്ല എന്നല്ല അറിയാം. പക്ഷേ താൻ ഇതുവരെ ചെയ്തതിൻ്റെ എല്ലാം തന്നെ കുറ്റബോധത്തോടു കൂടി തന്നെ ബലരാമൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേനും സാഗർ പറയുന്നുണ്ട്, ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരു 2 വാക്കുകളാണ് അച്ഛ അമ്മ എന്നുള്ളത്. അതിനെ നീ കളങ്കപ്പെടുത്തി, പിന്നെ നിനക്ക് എന്ത് വേണം, ഇനി ഒരിക്കലും നീ പുറത്തിറങ്ങാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ശപിച്ച് തന്നെ സാഗർ സ്വന്തം മകനായിട്ടുള്ള ബലരാമനെ ജയിലിലേക്ക് അയക്കുകട്ടോ ചെയ്യുന്നത്. അതിനുശേഷം സുജുവിനെയാണ് കാണിക്കുന്നത് കേട്ടോ. കൺമണിക്കും കൃഷ്ണനും എന്തോ അവരോട് പറയാനുള്ളത് പോലെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോഴത്തേന് ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, നിങ്ങളെന്താ മടിച്ചു നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കണ്ണമ്മമ്മയുടെ എന്തായാലും ഇവരുടെ പ്രണയം കൈയോടുകൂടി പിടിച്ചിരിക്കുകയാട്ടോ ചെയ്യുന്നത്. കാരണം ഇവരുടെ ഒത്തൊരുമിക്ക കാണുമ്പോൾ മേഡം പറയുന്നുണ്ട്, ഞാൻ അന്നേ സംശയിച്ചാൽ നിങ്ങൾ രണ്ടുപേരുടെ ഉടക്ക് കാണുമ്പോൾ ഇത് അവസാന പ്രണയത്തിൽ തന്നെ എത്തിച്ചേരും എന്നുള്ളതെന്ന്. അപ്പോഴത്തേനും അവർക്ക് സന്തോഷമായി. കൺമണിക്കും അതുപോലെ കൃഷിനും ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ തൻ്റെ കൂടെ ഉണ്ടല്ലോ, അത് തന്നെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ അതിനുശേഷം തന്നെ കാണിക്കുന്നത് അവർ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് വരുന്നത്. വരുൺ വരുന്നു കേട്ടോ. വരുണാണെങ്കിലും എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നുണ്ട്. കാരണം ആധാരം വരുണിൻ്റെ പേരിൽ എഴുതി കിട്ടി, ഇനി ടെൻഷനൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ അവൻ ചിരിച്ചുകൊണ്ട് വരുന്നു. പക്ഷേ കൺമണിയാണെങ്കിലോ ഇത് കാണുമ്പോഴത്തേനും ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം തനിക്കുള്ളൊരു കെണിയുമായിട്ട് തന്നെയാണ് വരുൺ അങ്ങോട്ട് വരുന്നത് എന്നുള്ളത് കൺമണിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് പേടിച്ച് നിൽക്കുക കേട്ടോ കൺമണി. പക്ഷേ കൃഷിൻ്റെ കൂടെ ആകുമ്പോഴത്തേനും കൃഷി ഒരിക്കലും തന്നെ പതറാതെ നിൽക്കുന്നുണ്ട്. കൺമണിക്ക് താങ്ങും തടലുമായിട്ട് എന്തായാലും കൃഷി കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരം സംശയമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം. അങ്ങനെ വരുണേനെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്താക്കണം. ആ 15 ലക്ഷം തിരിച്ചടച്ച ആധാരം കൺമണി തന്നെ തിരിച്ചു വാങ്ങണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്.